ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ പാർട്ടിയുടെ വളർച്ചയ്ക്കും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിനും സ്വീകരിക്കുന്ന ചില തന്ത്രങ്ങൾ ലോകത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ അത്ഭുതമായി മാറാറുണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴും ബഹുഭൂരിപക്ഷം പാർട്ടികളും പരമ്പരാഗത രീതി തന്നെയാണ് അതിൻ്റെ പ്രചരണത്തിനും പാർട്ടി വളർത്താനുമായി സ്വീകരിക്കുന്നതെങ്കിൽ ബി.ജെ.പിയുടേത് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി പടർന്ന് പന്തലിക്കുന്നതും വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുന്നതും. സാധാരണ ആ പരമ്പരാഗത രീതി വിട്ട് വളരെ സൂക്ഷ്മമായി തന്നെ ഓരോ പ്രദേശത്തും, പ്രത്യേകിച്ച് ഒരു പാർലമെൻറ്റ് മണ്ഡലമാണെങ്കിൽ ആ മണ്ഡലത്തെ നിയമസഭാ മണ്ഡലമായും പഞ്ചായത്ത് ബൂത്ത് തലം വരെ തരംതിരിച്ച് പ്രാദേശികമായ വികാരങ്ങളെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് അവർ ഓരോ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. നമുക്കറിയാം, 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം അവർ ആദ്യം ചെയ്തത് ശൗചാലയ നിർമ്മാണമായിരുന്നു. ഒരുപക്ഷെ ശൗചാലയ നിർമ്മാണം എന്ന് കേൾക്കുമ്പോൾ കേരളത്തിൽ ഉള്ള നമുക്കത് വലിയ അത്ഭുതമായി തോന്നാറില്ല. പക്ഷേ 11 കോടി വീട്ടമ്മമാർക്കാണ് ആശ്വാസം എത്തിയത്. അതായത് ഈ വോട്ട് ബാങ്കായിട്ട് ഇതുവരെ നമ്മുടെ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ജാതിയെയും മതത്തെയും കണ്ടിരുന്നെങ്കിൽ അത് മാറ്റിപ്പിടിച്ചുകൊണ്ട് സ്ത്രീ വിഭാഗം അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്നൊരു വോട്ട് ബാങ്കിനെ നരേന്ദ്രമോദി സൃഷ്ടിച്ചു തുടങ്ങുകയായിരുന്നു ശൗചാലയത്തിലൂടെ. പിന്നെ ഗ്യാസ് കണക്ഷനായി, മറ്റ് അനവധി പദ്ധതികളായി, അങ്ങനെ സീറോ ബാലൻസിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്ന ജൻധൻ യോജന അക്കൗണ്ടുകൾ, അങ്ങനെ അനവധി പദ്ധതികളിലൂടെ സ്ത്രീ ഹൃദയങ്ങൾ കവരാനും ഒപ്പം സ്ത്രീകളുടെ പിന്തുണ നേടാനും ബി.ജെ.പിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് നമ്മൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ അവരുടെ ഇപ്പോഴത്തെ മിന്നുന്ന ജയത്തിന് പിന്നിലുള്ളതും. അതായത് അവർക്ക് ഉള്ള ക്ഷേമ പെൻഷനായാലും മറ്റ് പെൻഷനായാലുമൊക്കെ നൽകിക്കൊണ്ട് ആ സ്ത്രീ വോട്ടർമാരെ അടുപ്പിച്ചു നിർത്തി. ഇതോടുകൂടി ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ജാതി അല്ലെങ്കിൽ മത വോട്ട് ബാങ്കിനെ പൊളിച്ചടുക്കിക്കൊണ്ട് സ്ത്രീകളുടേതായൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനും അതിനെ കൂടെ നിർത്താനും ബി.ജെ.പിക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഈ വരുന്ന ബഡ്ജറ്റിൽ തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പെൻഷൻ സ്കീമും അടക്കം വരുന്നത്. ഒപ്പം തന്നെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം, കർഷകരെ തങ്ങളോടൊപ്പം നിർത്തുന്നതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് കർഷക സമരം വലിയ രീതിയിൽ ഡൽഹിക്കപ്പുറം ഏക്കാതിരുന്നതും. ഏതായാലും കർഷക സമരം നടന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ കർഷക സമരം കത്തിനിന്ന പ്രദേശങ്ങൾക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പ് ബി.ജെ.പി വലിയ വിജയം നേടുന്ന കാഴ്ചയെന്ന് നമുക്ക് കണ്ടു. അത് കർഷകർക്കുള്ള കിസാൻ സമ്മാൻ നിധിയുടെ തുക ഉയർത്തുന്നു, ഒപ്പം കർഷകരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അതായത് ചെറുപ്പക്കാർ, കർഷകർ, ദരിദ്രർ, സ്ത്രീകൾ, ഈ 4 വിഭാഗത്തിന് ഉന്നമിട്ടാണ് ഞങ്ങൾ മുൻപോട്ട് പ്രവർത്തിക്കുന്നത്. ഈ 4 വിഭാഗം ഡെവലപ്പായ രാഷ്ട്രം ഡെവലപ്പാകുമെന്ന് ഇപ്പോഴത്തെ പുതിയൊരു വാർത്തയും വന്നിരിക്കുന്നു. അത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി 2024 കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് സാമുദായിക നേതാക്കൾക്കും ഒപ്പം തന്നെ ജാതി സംഘടനകൾക്കുമൊന്നും വലിയ പ്രസക്തി ഉണ്ടാകില്ല. ഇപ്പോൾ ബി.ജെ.പി നടത്തുന്ന നീക്കവും അത്തരത്തിലാണ്. അതായത് ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും 20,000 വോട്ടും അതിന് മുകളിലുള്ള ജാതികളെ തിരഞ്ഞുപിടിച്ച് അതിനെ 250 പേരായി ഡിവൈഡ് ചെയ്ത് ആ 250 പേരെ ഗ്രാമാന്തരങ്ങളിൽ ചെറിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തങ്ങളോട് അടുപ്പിക്കുകയാണ്. അതായത് മുമ്പ് ഈ സാമുദായിക നേതാക്കൾ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തങ്ങളുടെ ബലം കാണിച്ചുകൊണ്ട് വിലപേശിയിരുന്നെങ്കിൽ ഇന്നത് സാധ്യമല്ല. കാരണം ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏത് ജാതിക്കാണോ 20,000 അതിന് മുകളിൽ വോട്ട് ഉള്ളത് ആ ജാതി വിഭാഗത്തിൻ്റെ ആ ഒരു മേഖലയിലുള്ളവരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണം. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം ശതമാനക്കണക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു സമുദായ നേതാക്കൾ വിലപേശിയിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഒരു ജാതി, ആ ജാതിക്ക് എല്ലാ പാർലമെൻറ്റ് മണ്ഡലത്തിലും ശക്തി ഉണ്ടാകില്ല. അവർക്ക് വളരെ ശക്തിയുള്ള മണ്ഡലങ്ങളുണ്ടാകും, അവർക്ക് 20,000 വോട്ടുകളിൽ താഴെയുള്ള മണ്ഡലങ്ങളും ഉണ്ടാകും. അപ്പോൾ അത്തരം മണ്ഡലങ്ങളിൽ അവിടെ ആരാണോ ഉയർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടെ ആരാണോ കൂടുതൽ വോട്ടർമാരുള്ള ജാതി, ആ ജാതിയെ അടുപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള പുതിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത് വിജയം കാണുകയാണ് എങ്കിൽ വരും കാല തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് മറ്റൊരു വോട്ട് ബാങ്ക് കൂടി അത് ആയി മാറുകയായിരിക്കും ചെയ്തത്. ഇപ്പോഴും നമ്മുടെ കേരളത്തിലടക്കം സാമുദായിക നേതാക്കളുടെയും മത നേതാക്കളുടെയും ഒക്കെ പിന്നാലെ പോകുന്ന രാഷ്ട്രീയ നേതാക്കളെയാണ് കാണുന്നതെങ്കിൽ ബി.ജെ.പി ആ രീതിയിലേക്ക് പോകുന്നില്ല. അവർ വോട്ട് ബാങ്കുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം മതത്തിനും ജാതിക്കും ഇനി വലിയ സ്കോപ്പില്ല. അതിനതീതമായി കൊണ്ടുള്ള വോട്ട് ബാങ്കാണ് അവർ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നത്. ഈ അയോധ്യയിലെ ഈ ക്ഷേത്രത്തിൻ്റെ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി നടക്കുന്ന ആ ഒരു വലിയ ആഘോഷത്തെ അവർക്ക് ഒരു ഹിന്ദു വിശ്വാസികളുടെ വോട്ട് ബാങ്കിനെ സൃഷ്ടിക്കുക. എക്കാലവും ഹിന്ദുക്കൾ ബി.ജെ.പിയോട് ഒപ്പം നിൽക്കുന്നവരാണെങ്കിൽ ഒരു വിശാലാർത്ഥത്തിൽ അവരെ കൂടെ നിർത്തുവാനായി കഴിയുന്നു. അതായത് അതിതീവ്ര ഹിന്ദുക്കൾ ആണ് ബി.ജെ.പി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിലൂടെ അവർ സോഫ്റ്റ് ഹിന്ദുവിന് അല്ലെങ്കിൽ മൃദു ഹിന്ദു സമീപനത്തിലൂടെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളാണ് തകിടമറിയുന്നത്. കാരണം കോൺഗ്രസ് ഇപ്പോൾ മൃദു ഹിന്ദു സമീപനം സ്വീകരിക്കണമെന്നുള്ളൊരു വലിയ മുറവിളി കൂടുന്നു. അവരൊരു ആ ഒരു രീതിയിലേക്ക് നീങ്ങുമ്പോൾ
ഒരു ഭാഗത്ത് അതിതീവ്ര ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ മുറുകെ പിടിക്കുകയും മറുഭാഗത്ത് സോഫ്റ്റ് ഹിന്ദുവിനെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദേശീയത ആ രീതിയിൽ മുൻപോട്ട് പോകും. ഇതിനെല്ലാം മേമ്പൊടിയായി വികസനം വാരി വിതറുമ്പോൾ പുതിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നു, പുതിയൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കപ്പെടുന്നു. അതുതന്നെയായിരിക്കും 2024 സംഭവിക്കുക. 2024 ശേഷം, അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രാജ്യത്ത് രൂപപ്പെടുന്ന വോട്ട് ബാങ്കുകൾ സംഘടിത ശക്തിയായി മാറുന്നത് സ്ത്രീകളും ഒപ്പം തന്നെ യുവാക്കളുമായിരിക്കും. അതിനോടൊപ്പം തന്നെ ജാതിമത സമവാക്യങ്ങൾ മാറിമറിയും. അത്തരം നേതാക്കൾക്ക് വലിയ പ്രസക്തി ഉണ്ടാവുകയുമില്ല. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.